ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ബാലരമ ഡൈജസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ബാലരമ ഡൈജസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടിക്കാലങ്ങളിലെല്ലാം ഒരുപാട് പേര് വായിച്ചിട്ടുള്ളതും ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ കളക്ഷൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ബാലരമ ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ബാലരമ ഡൈജസ്റ്റ് ഒരുപാട് കളക്ഷൻ ചെയ്ത് വയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് കുറച്ച് ബാലരമ ഡൈജസ്റ്റ് എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയായിരുന്നു. ഏകദേശം 700ഓളം ഡൈജസ്റ്റ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ചില ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന രീതിയിലൊക്കെ കളക്ഷൻ ചെയ്ത് വെക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാമെന്ന നമ്മുടെ ബാലരമ ഡൈജസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഡൈജസ്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കായിട്ടുള്ള ഒരു ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബാലരമ ഡൈജസ്റ്റ്. മലയാള മനോരമ പബ്ലിക്കേഷൻസ് ആണ് ഈ ഒരു ഡൈജസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൈജസ്റ്റ് കോട്ടയത്ത് നിന്നാണ് അച്ചടിക്കുന്നത്. അപ്പോൾ പല ഡിഫറെൻറ്റ് വെറൈറ്റിയിലാണ് ഓരോ ആഴ്ചയിലും ഡൈജസ്റ്റ് പുറത്തിറക്കുന്നത്. അപ്പോൾ ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഡൈജസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് ഡൈജസ്റ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് അറിവ് കിട്ടുന്ന ഒരു നല്ലൊരു ബുക്ക്, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെയാണ് നല്ലൊരു ബുക്കാണ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇത് ബാലരമ ഡൈജസ്റ്റ് ആണ്. നമ്മുടെ കേരളത്തിലെ ജില്ലകൾ, അതായത് കേരളത്തിലെ 14 ജില്ലകളുടെ അടിസ്ഥാന വിവരങ്ങളും ഒട്ടേറെ വിശേഷങ്ങളും എന്ന് പറയുന്ന പതിപ്പോടുകൂടി മലയാള മനോരമ പുറത്തിറക്കിയ ഡൈജസ്റ്റ് എന്ന ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കി മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ഒരു പേജിൽ നോക്കി മനസ്സിലാവും. ഇടുക്കിയുടെ ആസ്ഥാനം പയനാവാണ്. വിസ്തീർണം, ജനസംഖ്യ, സാക്ഷരത, താലൂക്കുകൾ, വില്ലേജുകൾ, നഗരസഭകൾ, ഗ്രാമപഞ്ചായത്തുകൾ, റവന്യൂ ഡിവിഷൻ, നിയമസഭാ മണ്ഡലങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കൊച്ചു പുസ്തകത്തിൽ, ഈ ഒരു ഡൈജസ്റ്റ് എന്ന് പറയുന്ന കൊച്ചു പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇലവീട പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു പിക്ചറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ പൂഞ്ഞാൽ കൊട്ടാരം ഇങ്ങനെയുള്ള ഒരു പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് അടങ്ങുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും. കൊല്ലം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതായത് നഗരസഭകൾ, താലൂക്കുകൾ, അങ്ങനെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയ ഒരു നല്ലൊരു ബുക്കാണ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈജസ്റ്റിൽ നമുക്ക് ഒരുപാട് അതായത് ഡിഫറെൻറ്റ് ആയിട്ട് വന്ന പല പതിപ്പുകളുണ്ട്. അപ്പോൾ ഇത് കുറച്ചാണ്. ഇനി നമുക്ക് വേറൊന്ന് പരിചയപ്പെടാം. ചരിത്രാതീത കാലം മുതൽക്കുള്ള മനുഷ്യൻ്റെ പറക്കണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ റൈറ്റ് സഹോദരന്മാരുടെ കഥ, അതായത് നമ്മുടെ വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാർ, അവരുടെ ആ ഒരു പതിപ്പാണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഗ്ലൈഡർ പരീക്ഷണത്തിനായി ഒരുക്കിയ ക്യാമ്പ്, ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള റയറായിട്ട് വരുന്ന ഫോട്ടോസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിനകത്തുണ്ട്. അപ്പോൾ റൈറ്റ് സൈക്കിൾ കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും വായിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കണം. അങ്ങനെ നമ്മൾ കാണാത്ത പല ഫോട്ടോസും കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് റൈറ്റ് സഹോദരന്മാരുടെ ഇതൊന്ന്. പിന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു ഡൈജസ്റ്റിനെ കുറിച്ചാണ്. അതായത് നാണയവും കറൻസി എന്ന ആ ഒരു പതിപ്പോട് കൂടി പുറത്തിറക്കിയ ഡൈജസ്റ്റാണ്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും മനുഷ്യജീവിതം മാറ്റിമറിച്ച പണം എന്ന അത്ഭുതത്തിൻ്റെ കഥ. ആ ഒരു പതിപ്പോട് കൂടി പുറത്തിറക്കിയ ഒരു ഡൈജസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മുൻവശം ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നാണയം എന്ന് പറയുന്ന ഫോട്ടോ. അപ്പോൾ ഇത് ആരോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതുപോലുള്ള ഒരു കാർട്ടൂൺസ് ഒക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എല്ലാ ഡൈജസ്റ്റിനകത്തും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവനെ കൊടുത്തിട്ട് ആടിനെ വാങ്ങിയിട്ട് ആ ആടിനെ കൊടുത്ത് വേണം അരി വാങ്ങാൻ എന്നുള്ള ഡീറ്റെയിൽസ്, ഒരു ആനയെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പണത്തിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത്. അതായത് നമ്മുടെ നാണയങ്ങളുടെ ലോക്കട്ടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കളക്ഷൻ ചെയ്യുന്ന നാണയങ്ങളുടെ ഡീറ്റെയിൽസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ ആ ഒരു പിക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്യാൻസൽ ചെയ്ത അത് നിർത്തലാക്കിയ 1000 രൂപയുടെ ഒരു നോട്ടിൻ്റെ പിക്ചറാണ്. നമുക്ക് ആ ഒരു നമ്മളൊക്കെ കളക്ഷൻ ചെയ്യുന്ന ആ ഒരു നാണയങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പേജ് ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കളക്ഷൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് നാണയങ്ങളാണ്. അപ്പോൾ നമ്മുടെ 25 പൈസ, കൊമമോട്ടറി ഇഷ്യൂ 20 പൈസ, 10 പൈസ, അങ്ങനെ ആ ഒരു നാണയങ്ങളുടെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ രൂപയുടെ ചിഹ്നം, ആരാണ് കൊടുത്തത്, എന്താണ് ആ ഡീറ്റെയിൽസ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പുസ്തകത്തിലാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത്. അതുപോലെയാണ് ലൂയി ബ്രെയിലിൻ്റെ ജീവിതകഥ, ആ ഒരു പതിപ്പ് ഡൈജസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. കാഴ്ചശക്തി ഇല്ലാത്തവരെ അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് നയിച്ച ലൂയി ബ്രെയിലിൻ്റെ ജീവിതകഥ എന്ന് പറയുന്ന ആ ഒരു പതിപ്പ്. അപ്പോൾ ഇതും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോഴും ചില ബുക്ക് സ്റ്റോളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡൈജസ്റ്റ് കളക്ഷൻ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായും ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതും നമുക്കൊരു ഓർമ്മിക്കാം ഈ ദിനങ്ങളെന്നുള്ളതാണ്. ഒരു വർഷത്തെ മുഴുവൻ ദിനാചരണങ്ങൾ ഒരൊറ്റ ലക്കത്തിലെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കേരളത്തിലെ പ്രധാന ദിനങ്ങൾ: ജനുവരി 9 ഒ ചന്ദമോൻ ജന്മദിനം, ജനുവരി 22. ഓരോ ദിവസത്തിലും എന്താണ് ആ ഒരു പ്രത്യേകത എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഈ ഒരു ചെറിയ പുസ്തകത്തിനകത്ത് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രശസ്ത വനിതകൾ എന്ന് പറയുന്ന ഒരു ബുക്ക് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മാർച്ച് 8 ലോക വനിതാ ദിനം, ആ ഒരു സമയത്തിന് പുറത്തിറക്കിയ ഒരു ഡൈജസ്റ്റാണ്, ആ ഒരു പതിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു പിക്ചർ, അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. വേലു നാച്ചിയാർ എന്ന് പറയുന്നൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും.
അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആ ഒരു വ്യക്തി ധീര വനിതയാണ്. അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവരാരാണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു പേര്, അതായത് വേലു നാച്ചിയാർ എന്നുള്ള പേര് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബുക്ക് ഡൈജസ്റ്റിലെ, അതായത് കേരളത്തിലെ മ്യൂസിയങ്ങൾ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും ഈ ഒരു ബുക്കിനകത്തുണ്ട്. നമ്മുടെ കുതിരമാളിക മ്യൂസിയം ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എവിടെയാണെന്നുള്ളത് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലാണ് ഈ മ്യൂസിയം നിലകൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്തും നമുക്ക് ഒരുപാട് മ്യൂസിയത്തിൻ്റെ ഒരു കൊടുത്തിട്ടുണ്ടായിരിക്കും. ടാറ്റ ടീ മ്യൂസിയം എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. മൂന്നാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഒന്ന് തേക്ക് മ്യൂസിയം, അങ്ങനെ ഒരുപാട് മ്യൂസിയങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒരു ചെറിയൊരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ മേക്കപ്പ് സാധനങ്ങൾ ഒന്ന് വേണം കാർഷിക മ്യൂസിയത്തിലെ മോഡലുകൾ ഒരുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫണ്ണി ആയിട്ടുള്ളൊരു ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു കർഷകൻ്റെ അടുത്ത് ഒരു മോഡേൺ ആയിട്ടുള്ളൊരു ഒരാൾ ചോദിക്കുന്ന ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഗുഹകളുടെ അങ്ങനെ ആ ഒരു മ്യൂസിയങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ഇതൊന്ന് പാനിപ്പത്ത് യുദ്ധങ്ങളെക്കുറിച്ചാണ്. ഇത് നമ്മുടെ മലയാള ഫിലിമയുടെ, അതായത് ഇന്ത്യൻ സിനിമ 100 സൂപ്പർ ഫാക്ട്സ് എന്ന് പറയുന്ന ആ ഒരു പതിപ്പാണ്, ഡൈജസ്റ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത് പുറത്തിറങ്ങിയിരിക്കുന്നത് നമുക്ക് വർഷം നമുക്ക് ഇവിടെയാണ് 2013 ഈ ഒരു പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കണ്ടീഷനിൽ എനിക്ക് ഈ ഒരു പുസ്തകം കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുണ്ട്, വായിക്കാനുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണത്തിനെ കുറിച്ച് പുറത്തിറക്കിയത്, അതുപോലെ തന്നെ കേരളം, അന്നത്തെ കേരളം എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതവും മറ്റനേകം കൗതുക വിവരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കൊച്ചു പുസ്തകത്തിനകത്ത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കുക, കിട്ടുവാണെങ്കിൽ മേടിച്ച് കൊടുക്കുക. കുട്ടികൾക്ക് ഇതൊക്കെ വായിച്ച് ഇതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലുള്ള ഡൈജസ്റ്റ് കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പഴയ ഇഷ്യൂവിൽ വരുന്ന ഡീറ്റെയിൽസ് അടങ്ങുന്ന ആ ഒരു ഡൈജസ്റ്റ് കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ സ്കൂളിൽ ഒരു ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണിത്. ശ്രേഷ്ഠ ഭാഷ മലയാളത്തെക്കുറിച്ച് ആ ഒരു ഡൈജസ്റ്റ് അതിപ്പോൾ പുറത്തിറക്കിയതാണ്. അപ്പോൾ ഇത് പുറത്തിറക്കിയ വർഷം എന്ന് പറയുമ്പോൾ 2013 ജൂൺ 29 അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് അടങ്ങുന്നതും ഉണ്ട്. അപ്പോൾ ഏകദേശം 700ഓളം ബുക്ക് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചായിരുന്നു. അതിൽ ചിലതാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ മാറ്റി തിരിച്ച് വെച്ചിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു കളക്ഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ തുടർന്നുള്ള ഒരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നെൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത ഡൈജസ്റ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഡൈജസ്റ്റ് കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സിന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.